ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വിഷു ഒക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് വിഷു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഒരേ രീതിയിലായിരിക്കും സാരി ഉടുക്കുന്നതല്ലേ. ഒന്നുകിലും നമ്മൾ കുറച്ച് ചേഞ്ചിന് വേണ്ടിയിട്ട് ധാവണിയോ സെറ്റും ഉണ്ടോ ഒക്കെ ട്രൈ ചെയ്യാറുണ്ടോ. അപ്പോൾ ഇത്തവണ എന്ന് പറയുമ്പോൾ നമുക്ക് സാരി കുറച്ച് വെറൈറ്റി ആയിട്ട് കൊടുത്താലോ. അപ്പോൾ അതാണ് നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു രാജസ്ഥാനി ടൈപ്പ് ഓഫ് ഡ്രേപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും ചെയ്തു വരുമ്പോൾ. നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യം നമ്മൾ എല്ലാ തവണയും സാരി ഉടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൈറ്റിൽ നിന്ന് വേണം സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ടാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സാരി ഉടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുന്താണിയുടെ ലെങ്ത്ത് കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഇടുന്നതിൻ്റെ അത്രയും വെക്കുന്നില്ല, കുറച്ച് ലെങ്ത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി ഫുള്ളും നമ്മുടെ താഴത്തെ പ്ലീറ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ടിട്ട് ആ ബാക്കിയുള്ള ഫുള്ളും താഴത്തേക്ക് പ്ലീറ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല നൈസായിട്ട് ചെറിയ പ്ലീറ്റ്സ് എടുക്കുക. അതാകുമ്പോൾ നല്ല ഞൊറിയായിട്ട് ഒത്തിരി പ്ലീറ്റ്സ് ആയിട്ട് നല്ല വിരിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ചെറിയ പ്ലീറ്റ്സ് എടുത്ത് അത് ഫുള്ളും പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പ് വിട്ടിട്ട് അവിടെ നല്ല ഷേപ്പാക്കി നല്ല ടൈറ്റാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ പിന്നൊന്നും കുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ടൈറ്റായിട്ട് വേണമെങ്കിൽ പിന്ന് കുത്താം. ഞാൻ പിന്ന് കുത്താണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഇൻസേർട്ട് ആക്കിയിട്ട് ഇത് അപ്പുറത്തൊരു ഞാൻ കയ്യിലിടുന്ന അവിടെ ഒരു സ്പേസ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിത് ടൈറ്റായിട്ട് ആക്കണം കേട്ടോ. അപ്പോൾ നല്ല ഞൊറി വന്നു. എന്നിട്ട് അതവിടെ ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് അവിടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഒരു ഞൊറി ഇങ്ങനെ വരും. അപ്പോൾ അത്രയും നിങ്ങൾ എത്രത്തോളം ടൈറ്റ് ആക്കുമോ അത്രത്തോളം നല്ല ഞൊറി കിട്ടും. അപ്പോൾ അതങ്ങനെ ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. ബാക്കിയൊക്കെ നമ്മൾ നൈസായിട്ട് ബാക്കിലോട്ട് അങ്ങ് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു ഇത് സാധാരണ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വെക്കുക. പക്ഷേ ഇത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇത് ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ആ ഫ്രണ്ടിലൊരു പോർഷനാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അവിടെയും ബാക്കി വരുന്ന ആ ഞൊറി വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അഴിച്ചിടാം. അഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ലൂസായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് അത്രത്തോളം ഹിപ്പ് അവിടെ കാണും. അതുകൊണ്ട് ലൂസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലൂസാക്കി ഇട്ട് കൊടുക്കുന്നില്ല, നന്നായിട്ട് വയറ് കാണും. അപ്പോൾ ഹിപ്പ് ബാക്കൊക്കെ കാണും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് ചെയ്യുന്നത്. അത് ഫുള്ളും ഞാൻ നേരത്തെ കൈയിട്ടതുപോലെ കൈ ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാരി ഉടുക്കുന്ന മാതിരി തന്നെ ഇരിക്കും കേട്ടോ. ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു പ്ലീറ്റ് വരുമ്പോൾ രസമായിരിക്കും, കസവ് വരുമ്പോൾ രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് അവിടെയൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലെങ്ത് അനുസരിച്ച് ആ ഒരു ബാക്കി സംഭവങ്ങളെല്ലാം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അത് പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആ ഒരു പോർഷൻ മാത്രം. കാരണം കസവ് ഇങ്ങനെ നന്നായിട്ട് അയൺ ചെയ്തിരുന്നാലേ നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രം ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയൺ ചെയ്ത് ഒരു പിന്നു കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നല്ല അമർത്തി ഇങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോഴേക്കും നന്നായിട്ട് ഇരിക്കും കേട്ടോ. എന്നാലും നിങ്ങൾ അയൺ ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നല്ലതായി ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മളത് പിൻ ചെയ്യുക. ബാക്കിലൊക്കെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് പ്ലീറ്റായിട്ട് എടുത്ത് കുറച്ചൊന്ന് എന്താ പറയുക, നല്ല വടുവായിട്ട് വിടർന്നാണ് ഇരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് സംഭവം. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ബ്ലൗസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.